ഞാനൊരിക്കലും ഹീറോ അല്ല. എന്നെ രക്ഷപ്പെടുത്തിയ ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ. ഇവരാണ് യഥാർത്ഥത്തിലുള്ള മഞ്ഞുമൽ ബോയ്സ്. ഇവർക്കാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് മനിതർ ഉണർന്നുകൊള്ള മനിത കാതലല്ലേ, അതേം താണ്ടി പുനിതമാണത്. ഹിമാലയം കീഴടക്കണം, ഗുണാക്കേവ് കീഴടക്കല്ല, ഹിമാലയം കീഴടക്കണം. ആദ്യം കണ്ണു തുറന്നപ്പോ ശരിക്കും മനസ്സിൽ എന്തായിരുന്നു? കണ്ണു തുറന്നപ്പോ ടൂറ് പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി, ശരീരം മൊത്തം പെയിൻ, വവ്വാലിന്റെ കരച്ചില്, കണ്ണീറ്റ് കുത്തിയ കാണാത്ത ഇരുട്ട്. എന്ത് ധൈര്യത്തിൽ ആ കുട്ടേട്ടൻ തായ്ക്ക് പോവാന്നുള്ളൊരു തീരുമാനം ഏതൊരു മൊമെന്റിലാണ് എടുത്തത്? കൂട്ടുകാരനാണ്, അവന് ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല. പിന്നെ എവിടെന്നോ ഒരു പ്രത്യേക എനർജി കിട്ടി. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കും ആ സമയത്ത് ഒരു മഴ പെയ്യുകയും വെള്ളം അതിനകത്തേക്ക് വീഴുകയൊക്കെ ചെയ്യുന്നുള്ളത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മഞ്ഞുമൽ ബോയ്സ് കണ്ട എഫക്റ്റിലാണ് ഞാനുള്ളത്. ആ എഫക്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ റിയൽ മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇത്ര ആൾക്കാരെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. നിങ്ങൾ 11 പേരല്ലേ? ആരാണ് ഈ റോള് ചെയ്തിരിക്കുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അവിടുന്ന് തുടങ്ങാം. ഹലോ, ഞാൻ സിക്സൻ. ബാലു വർഗീസ് ആണ് ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയിൽ എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് കൃഷ്ണകുമാർ, ഗണപതിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സുമേഷ്, വിവേക് എന്നുള്ളതാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സുധീഷ്, ദീപക്കാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ ഒരു സുഭാഷ്, ബാസിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സിച്ചു, സൗമ്യനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ജിൻസൺ, വിഷ്ണു രഘുവാണതിൽ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് പ്രസാദ്, ഞാൻ ഡ്രൈവറാണ്. ഇതിനകത്ത് ഖാലിദ് റഹ്മാനാണ് എൻ്റെ കഥാപാത്രം ചെയ്തത്. എൻ്റെ പേര് സിജു, ജീൻലാലാണ് ക്യാരക്ടർ ചെയ്യണത്. എൻ്റെ പേര് അഭിലാഷ്, ചന്തുവാണ് ക്യാരക്ടർ ചെയ്യുന്നത്. ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ പ്രോത്സാഹനം എന്താ? സിനിമ ഉണ്ടോ അങ്ങനെ സംസാരിക്കൂല, അധികം സംസാരിക്കൂല, ഒന്നുമില്ല. ഒരു ഫീൽ ചെയ്യിപ്പിക്കുന്ന 2 ക്യാരക്ടേഴ്സാണ് കുട്ടേട്ടനും സുഭാഷുമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഹീറോസ് ആയിട്ട് നിൽക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ഞാനൊരിക്കലും ഹീറോ അല്ല. ഞാൻ ഒരു അച്ചീവ്മെന്റും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് വീണ് പോയി. എന്നെ രക്ഷപ്പെടുത്തിയ ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ. ഇവരാണ് യഥാർത്ഥത്തിലുള്ള മഞ്ഞുമൽ ബോയ്സ്. ഇവർക്കാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇവരാണ് ഓടിയിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്. എനിക്ക് അറിയാനായിട്ടുള്ളൊരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, താഴെ വീണ് പോയിട്ട് ആദ്യം കണ്ണു തുറന്നപ്പോ ശരിക്കും മനസ്സിൽ എന്തായിരുന്നു? കണ്ണു തുറന്നപ്പോ ടൂറ് പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി, എല്ലാം മറന്നുപോയി, ശരീരം മൊത്തം പെയിൻ, വവ്വാലിന്റെ കരച്ചില്, കണ്ണീറ്റ് കുത്തിയ കാണാത്ത ഇരുട്ട്, പേടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. എന്ത് ധൈര്യത്തിൽ ആ കുട്ടേട്ടൻ അതിലേക്ക് തായ്ക്ക് പോവാന്നുള്ളൊരു തീരുമാനം ഏതൊരു മൊമെന്റിലാണ് എടുത്ത റിയൽ ലൈഫിൽ? നമ്മുടെ കൂട്ടുകാരനാണ്, അവന് ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല. അത് ഒന്നാമത്തെ ധൈര്യം. പിന്നെ എവിടെന്നോ ഒരു പ്രത്യേക എനർജി കിട്ടി, അതും രണ്ടാമത്തേത്. പിന്നെ കുറേ നേരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ കയറ് താഴ്ത്തോട്ടിടുന്നതും അവരതിനുവേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല. കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമുക്ക് സുഭാഷനെ കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം വന്നുകൊണ്ടാണ് അതിലൂടെ തയ്യാറായത്. അവിടെ വീണ് പോകുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് ആ വെള്ളം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്വന്തം ശരീരം വെച്ചിട്ട് അതിവിടെ തടയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും അത് കണ്ടപ്പം സങ്കടം വന്നു. അപ്പം നിങ്ങളുടെ ഒരു സ്ട്രഗിളാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം നിങ്ങൾ എന്തായിരുന്നു കരുതിയത്? എന്തായിരുന്നു? വെള്ളത്തെ തടയാൻ പറ്റൂല ഞങ്ങൾക്ക് തടയാൻ പറ്റുന്ന മാക്സിമം തന്നെ അതിൻ്റെ ഈ മേളിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് കല്ലുകളെല്ലാം തന്നെ വീണ ഈ കുഴിയിലോട്ടാണ്. ഞങ്ങൾ അതിനകത്ത് വട്ടം കിടന്ന് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വേറെ കല്ലുകളോ മരക്കൊമ്പുകളോ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ വട്ടം കിടന്നത്. പക്ഷെ ആ സമയത്ത് വെള്ളം വീഴുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ്. കാരണം അത്രയും താഴത്തേക്ക് ഈ മഴ പെയ്ത് വെള്ളത്തുള്ളികൾ ചെല്ലുമ്പോഴാണ് ശരിക്കും അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ സാധാരണ ഓക്സിജൻ ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് അതൊന്നും അറിയില്ല. നമ്മളുടെ വിചാരം വീഴുന്നതോ അല്ലെങ്കിൽ കല്ല് വീഴുന്നതോ ഒക്കെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പക്ഷെ അതൊരു മഴ പെയ്യുന്നതും വെള്ളം വീഴുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ആ സമയത്ത്. നിങ്ങൾ ശരിക്കും ടൂറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുമായിരുന്നു. ഈ ഇൻസിഡന്റിന് ശേഷം ആള് റിക്കവർ ആയതിനു ശേഷം ഏതെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊന്നും ചെയ്തില്ല. കുറെ നാളെത്തി പിന്നെ ഒരുപാട് സ്ഥലത്ത് പിന്നെയും ടൂർ പോയിട്ടുണ്ട്. കൊടൈക്കനാൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് ഇവരുടെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ കൊടൈക്കനാൽ വിളിച്ചിട്ടുണ്ടായി, അന്ന് പോയിട്ടുണ്ടായി. മൂന്നാറ് ഇടക്ക് പോകും. ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം പോകും. ഇപ്പോഴും ടൂർ പ്ലാൻ ചെയ്യലൊന്നും കുറവില്ല. ഈ ഒരു 2 മാസത്തിന് മുമ്പ് വൈസംവാലി പോയാ. ഈ സിനിമ ഒരു റിയൽ സിനിമ, അത് റീക്രിയേറ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും.
ഈ സിനിമ റിയലായിട്ട് ഫേസ് ചെയ്ത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത്? നമുക്ക് സിനിമയായിട്ടല്ലാതെ നമ്മൾക്ക് കാണാൻ പറ്റിയത് ആ സെയിം ഇൻസിഡൻ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റിയത്. അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഇല്ല കുറവുമില്ല, ആ ഒരു രീതിയിലാണ് അവർ എടുത്തേക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഓരോരുത്തരും ഇന്ന വ്യക്തിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അപ്പം ശരിക്കും അവര് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച ഫീൽ അവർക്ക് കിട്ടുമെന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം മുതൽ ഏകദേശം ഒരു 2.5-3 വർഷമായിട്ട് ഈ ഫുൾ ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ബിഹേവിയർ അവര് നമ്മളെ നോക്കി പഠിക്കണായിരുന്നില്ലേ? നമ്മളെ നോക്കി പഠിച്ചിട്ടാണ് ചെയ്തേക്കണേ. ഓരോരുത്തരും എങ്ങനെയാണോ അത് അവര് അതേപോലെ ക്യാച്ച് ചെയ്തത്. അതുകൊണ്ടാണ് അവര് നടന്മാരായത്. അവര് ഇടയ്ക്ക് വിളിക്കും, നമ്മളെ പോവും. അവര് നമ്മുടെ രീതികളൊക്കെ അവര് ക്യാച്ച് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാണോ റിയൽ മഞ്ഞുമൽ ബോയ്സ്, അവരാണോ റിയൽ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു ആ ഒരു ഇതിലാണ് അവർ നമ്മളോട് എന്താ പറയാ സൂപ്പർ. ചേട്ടൻ ആദ്യം തൊട്ടേ സൂപ്പർ എന്ന് പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോഴും ഉള്ളത്. എന്റെ ഒരു കഥാപാത്രം ബാലു ഇതില് എനിക്ക് ഭയങ്കര അതില് പുള്ളിയില് ഒരു തെറ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് ബാലു ചെയ്ത പോലെ തന്നെ 6 and ലൗഡാണ് ശരിക്കും. ആ ഒരു എന്താ പറയാ അത്രയും ലൗഡിലാണ് 6 ഒരു ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാലു അടിപൊളി ഒന്നും പറയാനില്ല. ഇപ്പൊ ഇവിടെ ചന്ദനക്കുറിയിട്ടൊക്കെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അത്രയും സിനിമയിൽ ഭയങ്കര വൃത്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ്. ശരിക്കും റിയൽ ലൈഫിൽ ഇത്രയും തവണ കുളിക്കുകയൊക്കെ ചെയ്യോ? എത്ര തവണ കുളിക്കും ഒരു ദിവസം? പറയാൻ പറ്റൂല. സ്മോൾ അടിക്കണ പോലെ ഇരിക്കും. 4 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പ കുടിക്കും, പിന്നെ 4 പേക്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പ കുടിക്കും, പിന്നെ 4 പേര് അടിക്കും. പക്ഷെ കൂട്ടത്തിൽ മാനിനായിരിക്കും. ചന്ദനക്കുറി ഒരിക്കലും ആയില്ല. ചന്ദനക്കുറി അത് കൊട്ടാണ്. ശരിക്കും അത് മായില്ല. സാധാരണ കുളിച്ച് റെഡിയായി മുടിയേരി പൗഡർ ഇട്ട് അതുപോലെ പുള്ളി കുളിച്ച് റെഡിയായി ചെറുപ്പം വരെയുള്ള ശീലമാണ് അത് പോണെങ്കിൽ ഇനി നാളെ നിങ്ങൾ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ചേട്ടനും അനിയനും. സിനിമയിലും അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ അനിയന്റെ കുരുത്തക്കേട് സഹി ഇട്ടിട്ട് ഇവനെ വിട്ടേക്കും ഞാൻ അങ്ങനെയൊന്നുമില്ല. എന്റെ കൂടപ്പുറപ്പാണ് ചേട്ടൻ. ഒരു കാര്യം എന്റെ കൂടപ്പുറപ്പാണ് ചേട്ടൻ. പിന്നെ വേറെ ആരുണ്ട് ഞങ്ങൾ തമ്മില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഒരു വീട്ടിൽ കൂടുന്ന ആൾക്കാരല്ലേ, കോറം കൂടണേ. നമ്മുടെ ചങ്ക് പ്രോയാണ് ചേട്ടൻ. പിന്നെ ഞാൻ പുള്ളിയുടെ കാര്യത്തിൽ ഇടപാടുള്ള, പുള്ളി എന്റെ കാര്യത്തിൽ ഇടപാടുള്ള. ഓക്കെ ഓക്കെ മച്ചാ സൂപ്പർ. മാത്രമല്ല ഇടക്കിടക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടോ ഇവനെ ഇവിടെ വിട്ടേക്ക്, വീട്ടിൽ പോയി അമ്മയോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഇടക്ക സ്ഥിരം പറയണല്ലേ, അമ്മയോട് പറഞ്ഞു. അപ്പം ആ ടൈമിൽ നിങ്ങൾ ആരും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. മാത്രമല്ല സ്പെഷ്യലി കുട്ടേട്ടനോട് പറയുന്നുണ്ട് നിനക്ക് കല്യാണം കഴിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം റിയൽ ലൈഫില് കുട്ടേട്ടൻ കല്യാണം കഴിച്ചോ? ഇപ്പൊ കല്യാണം കഴിച്ചു. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്താള് ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാള് LKG പഠിക്കുന്നു. പറഞ്ഞ പോലെ വരാപ്പുഴ അവിടെ തന്നെയാണ് വൈഫ് കല്യാണം കഴിച്ചേക്കുന്നത്. അതെ, പെണ്ണ് കാണാൻ പോണേ. എന്നിട്ട് ആ പെണ്ണിനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. വൈഫിന്റെ ഒരു ജൂബി, മൂത്താള് ഐറിൻ, ഇളയാള് ഇവാന. കുട്ടേട്ട മാത്രല്ല എല്ലാരും കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലേ. കഴിച്ചിട്ടില്ല. സുഭാഷ് കഴിച്ചിട്ടില്ല. സുഭാഷ് കഴിച്ചിട്ടില്ല. 6 കഴിച്ചിട്ടില്ല. സുഭാഷ് ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അന്ന് 13 വയസ്സ്. ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. അന്ന് +2 കഴിഞ്ഞിട്ടുള്ളൂ. നിക്സൺ ചേട്ടനാണ് ഏറ്റവും ചെറുപ്പം. കൈവിട്ട് ആത്മപ്രശംസ അവന് ഇഷ്ടമല്ല. അല്ല, മറ്റുള്ളവരെ കൊണ്ട് പറയും. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. സുഭാഷ് പടം ഇറങ്ങിക്കാണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങണേ. ഇനിയിപ്പോ കല്യാണം കഴിക്കാം. ശരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്? ആ ഒരു ഇൻസിഡന്റ് കൊണ്ടാണോ അതോ സ്വയം തീരുമാനിച്ചോ അങ്ങനെ വേണ്ട? കയ്യിലിരിപ്പുണ്ട്. അവൻ വെറുതെ പറഞ്ഞേ, അവൻ നല്ല സ്വഭാവമാണ്. നമ്മുടെ ചങ്ക് പോയാൻ അവന്
പെണ്ണ് കിട്ടിയില്ല. അതിപ്പോ അതാണ് അതിന്റെ കാര്യം. അവൻ നോക്കിയിട്ടില്ല, അവൻ പെണ്ണ് കാണാനായിട്ട് അവന് ഇൻട്രസ്റ്റ് ഇല്ല. മെയിനായിട്ട് എല്ലാരും പറഞ്ഞ ഞാൻ വേറെ കൂട്ടായിട്ട് നടക്കണേ, വേറെ മൂടാണ് മച്ചാനെ. വേറെ വൈബാണ്. നമുക്ക് ഹിമാലയൊക്കെ കയറി ശരിക്കും നിങ്ങളുടെ ഒരു ആഗ്രഹം റിയൽ ലൈഫിൽ ഇനിയുള്ള ആഗ്രഹം എന്തായിരിക്കും? സിനിമ ഇറങ്ങാന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണെന്ന് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റിയൽ ലൈഫിൽ നിങ്ങളുടെ ഇനി ഉള്ള ആഗ്രഹം എന്തായിരിക്കും? ഹിമാലയം കീഴടക്കണം. ഗുണാക്കേവ് കീഴടക്കില്ല, ഹിമാലയം കീഴടക്കണം. ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പൊള്ളിയായിട്ട് ഒന്നും പറയാനില്ല. ഞങ്ങൾ മഞ്ഞമ്മൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു മഞ്ഞമ്മലിൽ നിന്ന് കുറച്ച് മാറി ഒരു 1/2 കിലോമീറ്റർ മാറി മാടപ്പാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ മൊത്തം ആൾക്കാരുള്ളത്. കുറച്ചൊരു അവിടെ നിന്ന് മാറി 10-40 ഞങ്ങളൊരു ക്ലബൊക്കെ ഉണ്ട് അവിടെ ഇപ്പോഴും ഉണ്ട്. ക്ലബല്ല, ഞങ്ങളൊരു ഇത് സംഘടന. ഇപ്പോഴും എല്ലാവരും ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ടൂറും ഒന്നും പറയില്ല. ശരിക്കും ആ ക്ലബൊക്കെ ഉള്ളതാണോ നിങ്ങളുടെ? ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല അത്. ഇപ്പൊ ഞങ്ങൾ സംഘടന ഉണ്ട്. ആദ്യം ദർശനം, ആദ്യം ദർശന, പിന്നെ ദർശന, ദർശന കുറച്ച് ചെറുപ്പക്കാരായപ്പോ ഞങ്ങൾ യുവയിലോട്ട് മാറി. ഞങ്ങൾ ഒന്നുകൂടി ചെറുപ്പമായി യുവയിലോട്ട് മാറി. സിനിമാ മോഹം ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഉണ്ടായിരുന്നില്ല. ഇവന് ആ സിനിമയില് ചെറിയ റോളുണ്ട്. ചന്തു ചവിട്ടണ ഉണ്ടാ, അത് ഇവനെയാണ്. ചെറിയ അത് കഴിഞ്ഞപ്പോ ചെറിയൊരു സിനിമ അവര് എടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞ അവരുടെ പറഞ്ഞു എനിക്കതിലൊരു ചെറിയൊരു സാധനം തന്നെ പറഞ്ഞു. നമ്മുടെ സിനിമയില് നമുക്ക് പറയാലോ, ഓപ്ഷൻ ഇടാലോ. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ അത് അഭിനയം എന്ന് പറഞ്ഞൊരു വേറെ ഇതാണ്. അത് പെട്ടെന്ന് പറ്റണ കാര്യമല്ല. കാരണം ഞങ്ങളും ചെറിയ റോൾ ചെയ്തായിരുന്നു. പക്ഷെ അതിന്റെ ഡബിങ് കാര്യങ്ങൾ വന്നപ്പോഴും ഒരു ടക്കല 2 ടക്കല ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്നു. ഇനി ആ ഒരു ഡബിങ്ങിൽ അത് ഒപ്പിച്ചെടുക്കാൻ. കാരണം അഭിനയിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അതൊരു കഴിവ് തന്നെയാണ്, അതൊരു കല, അത് കല തന്നെയാണ് ശരിക്കും പറഞ്ഞ അഭിനയം എന്ന് പറയുന്നത്. അതെ, കണ്ണ് ഒന്നും പറയാനില്ല. 4 ലക്ഷം രൂപ സെറ്റ്, 4 കോടി രൂപ സെറ്റാണ്. സെറ്റ് കണ്ടു കഴിഞ്ഞാലേ അത് എന്റെ ആർട്ട് ഡയറക്ടർ അജയേട്ടൻ അത് സമ്മതിക്കാൻ വേണ്ടി സെറ്റ് കാണണം, സെറ്റ് കൊണ്ട് കാണാം. ഒന്നും പറയാനില്ല. അതേ കൊടൈക്കനാല് തന്നെ സെയിം കൊടൈക്കനാലല്ല സെറ്റ് ഇട്ടത്, അവിടെയാണ് ശരിക്കും റിയൽ ഗുണാക്കേവിലല്ല ഈ ഷൂട്ട്. എപ്പോഴെങ്കിലും കുട്ടേട്ടൻ താഴേക്ക് വരാതിരുന്നാൽ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റാതിരുന്നാൽ എന്ന് ഏതെങ്കിലും മൊമെന്റിൽ ചിന്തിച്ചിട്ടുണ്ടോ? മരണം. കുട്ടേട്ടൻ വന്നു കഴിഞ്ഞപ്പല്ലേ കുട്ടേട്ടൻ വന്നത് നമുക്ക് മനസ്സിലായത്. ഇവന് ഓൾറെഡി ആ താഴത്തോട്ട് ഒരാൾ വരുന്നെന്ന പറ്റി ചിന്തിച്ചിട്ടില്ല. ഇവൻ താഴത്തോട്ട് വീണപ്പോ തന്നെ ഇവന്റെ മൈൻഡ് ഔട്ട് ആയിട്ട് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്. അല്ല, പിന്നെ അന്നേരം പിന്നീട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെ ഇവര് പറഞ്ഞ കഥകളും പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ കുറെ നാളെ ഞങ്ങൾ ഇത്ര പോയിട്ടുള്ള പവർ അവന്റെ ശരീരത്തിൽ മൊത്തം മറ്റേ സാധനം പവർ കൊടുത്തിട്ടുണ്ട്. ഇത്ര ബോയ്സ് അല്ലേ? താഴെ കിടക്കുമ്പോ സുഭാഷിന്റെ വിചാരം സുഭാഷ് മരിച്ചു, സുഭാഷ് വേറെ ഏതോ ലോകത്താണ് എന്നുള്ള രീതിയിലാണ് സുഭാഷ് അവിടെ സംസാരിക്കുന്നതും. അവിടെ നിന്ന് അങ്ങാടികൾ കെട്ടിപ്പിട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ലേ ജീവിതത്തിലില്ലേ മനസ്സിലാക്കാൻ പറ്റില്ല. സങ്കടം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അവസ്ഥ ഒന്ന് വേറെ ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൂട്ടുകാരൻ രക്ഷപ്പെടൂലെന്നും പറഞ്ഞ് എല്ലാരും ഉപേക്ഷിച്ച് എല്ലാരും ഉപേക്ഷിച്ച് പൊയ്ക്കോന്ന് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ അവിടെ അന്ന് വന്നവരും ഒരാൾ പോലും പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവന് രക്ഷപ്പെടുമെന്ന് വന്ന ഓരോ കുഞ്ഞും പറയണതും അവന് കിട്ടില്ല, പൊക്കോളാനാ പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ. ശരിക്കും അത് സാത്താന്റെ അടുക്കള എന്ന് പറയുന്നത് ശരിക്കും അവര് ശരിയായിട്ടുള്ള കാര്യമാണ്. സാത്താന്റെ അടുക്കള എന്ന് തന്നെയാ പറയുന്നത്. അത് അതാണ് ആ കുഴി തന്നെയാണ് വലിയ വീണു. അതാണ് അതിന്റെ അവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കുഴിയാണോ? അതല്ലേ ഈ കുഴിയാണ്. വേറെ ഒരുപാട് കുഴികളുണ്ട്. ഇത് ഒരാൾക്ക് കടന്നു കാല് വെക്കാവുന്ന ഒരു ഗ്യാപ്പേ ഉള്ളു, അല്ലാണ്ട് വലിയ കുഴിയൊന്നും അല്ല. കാരണം അവിടെ ഒരു കാന്തിക വലയം ഉണ്ടെന്ന് അവർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ
അതാണ് പവർ അവന്റെ അത് കാരണം അവൻ രക്ഷപ്പെട്ടത് തന്നെ. അവൻ നല്ല പവറുള്ള മനുഷ്യനാണ്. അവര് പറയണത് ഒരു കാന്തിക വല കൊണ്ടെന്നാ ശരിക്കും പറഞ്ഞ ആളുകളെ ചെകുത്താൻ വലിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഇതെന്ന് പറയില്ലേ, ആ ഒരു ഇതുണ്ടെന്നാ പറയണ അവിടെ. അതാണ് അവിടെ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പൊ വന്നവരെ ചെകുത്താൻ വലിച്ചുകൊണ്ട് പോകണം അവർക്ക് വേണ്ടി. ഞങ്ങൾ ഒരു 3/4 മണിക്കൂറെങ്കിലും ഇവനെ വിളിച്ചിട്ടുണ്ടാവും. ആദ്യം വിളിച്ച് അതിന് വിളി കേട്ട് അതിന് പിന്നെ വിളിച്ച് ഇഷ്ടമാതിരി വിളിച്ചിട്ടുണ്ട്. വിളി കേട്ടില്ലെങ്കിൽ നമ്മള് പയ്യൻ നമ്മളൊപ്പം ഉണ്ടാവൂല. പക്ഷെ ഞങ്ങ അവനെ കൊണ്ടുവരും. അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്നതാണ്. അത് അന്ന് ഞങ്ങളുള്ളതാണ്. വിളിച്ചില്ലെങ്കിൽ വിളി കേട്ടാലും അവനെ കൊണ്ടുവരുന്നുള്ള, അവന്റെ വീട്ടിൽ അവന്റെ അമ്മനെ അവനെ കാണിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും. അതാണ് സ്നേഹം. കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് കൂട്ടുകാരി. ഒരു ഡയലോഗ് ഉണ്ട്, ഇത് മനിതക്കാതലല്ലേ അതിലും താണ്ടി പുനിതമാണെന്നുള്ളത്. അപ്പം ആ ഡയലോഗ് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചേട്ടൻ പാടിക്കോളൂ, ഞാൻ മ്യൂസിക്. കൺമണി അൻപോട് കാതലിൻ ഞാൻ എൻ്റെ കവിതയേ, കൺമണി അൻപോട് കാതലിൻ ഞാൻ എൻ്റെ കവിതയേ, എൻ്റെ കൺമണി അൻപോട് കാതലിൻ ഞാൻ എൻ്റെ കവിതയേ. ഇത് മനിതർ ഉണർന്നുകൊള്ള മനിതക്കാതലല്ലേ, അതേം താണ്ടി പുനിതമാണത്. ഈ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ എന്നും നിലനിൽക്കട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.